Hi SKP, welcome to the vlog. പുതിയ ക്യാമറ. അല്ല ഇതിന്റെ നൈറ്റ് എങ്ങനെയാ? നൈറ്റ് നൈസ് ആട്ടോ. അടിപൊളിയാ? ഒരു സാധനമുണ്ട്. നമുക്ക് നോക്കാം. ലാറ്റ്വിയ കൊണ്ടോട്ടെ. ലാറ്റ്വിയയിലും ലാറ്റ്വിയയിലൊന്നുമില്ല. ഹായ് റാനിയ. നല്ലതാണ്, ഞാൻ വാങ്ങും. ഹായ്. നല്ലതാണ്, നിങ്ങൾ നോക്കിക്കോളി. ഞാൻ വാങ്ങും. എന്നുവെച്ചാൽ എന്റെ അടുത്ത് ഇപ്പൊ ഇൻസ്റ്റാ 360 Ace Pro 1 ഉണ്ട്. അത് ശരി. പക്ഷെ അത് നൈറ്റ് പോരാ. നൈറ്റ് അത്യാവശ്യം കുഴപ്പമില്ല. ഗോപ്രോന്റെ എത്ര നോക്കാം. ഞാൻ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുവോ നൈറ്റ് എന്താണ് അവസ്ഥ. ഇത് ഊരാൻ പറ്റും. ഗൈസ് വാട്സാപ്പ്, നമ്മുടെ നൊമാഡിയൻ അവിടെ എത്തിയിട്ടുണ്ട്. ദുബായ് മോളില് നമ്മളിന്ന് സ്റ്റേക്ക് കഴിക്കാൻ പോവുകയാണ് 2 സ്ഥലത്തുനിന്ന്. ഒന്ന് ദുബായ് മോളില് നമ്മളൊരു റീല് കണ്ടിട്ട് പോകണതാണ്. ഏതോ ഒരു മറ്റേ നമ്മുടെ ദുബായ് വാട്ടർഫോളിന്റെ ഒക്കെ അടുത്തുള്ള ഒരു കടയാണ് കേട്ടോ. നമ്മൾ അവിടെ പോകുന്നുണ്ട്. അതിന് ശേഷം നമ്മള് എന്തായിരുന്നു സ്വിസ് ബട്ടർ ലെബനീസ് ബ്രാൻഡ്. യെസ്, 33 ഹെർബ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന അവരുടെ പെസ്തോ സോസിലാണ് ആ സ്റ്റേക്ക് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് തരും. അവരുടെ ആകെ 4 ഡിഷോ. അപ്പോൾ നമുക്ക് അതും ട്രൈ ചെയ്യാം ഗൈസ്. ആൻഡ് ഈ വീഡിയോ എല്ലാം എടുക്കുന്നത് നമ്മുടെ ഇൻസ്റ്റാ 360 Go അൾട്രയിലാണ്. ഞാൻ ആ മാല എടുക്കാൻ മറന്നുപോയി. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ദുബായ് മോളിലെ പാർക്കിംഗ് P1 ലെവലിലാണ്. 20,000 പാർക്കിംഗ്. 20,000 പാർക്കിംഗ് സ്പേസ്. 20,000 പാർക്കിംഗ് ഉള്ള സ്ഥലമാണ്. ഇതാണ് സിനിമ പാർക്കിംഗ്. 20,000 പാർക്കിംഗ് ഉള്ള ഇവിടെ നൊമാഡിയം വന്നിട്ടുണ്ട്. വേൾഡ്സ് ലാർജസ്റ്റ് മോൾ. അതേപോലെ നമ്മൾ നൊമാഡി വന്നിട്ടുണ്ട്. നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. നമ്മുടെ ഫുഡ് കഴിക്കുന്നു. ഇവിടെ നേരെ സ്വിസ് ബട്ടറിൽ പോകുന്നു. ലെറ്റ്സ് ഗോ. അല്ല ഗൈസ്, നൊമാഡി ഈസ് ഹിയർ. ചന്ദ്രപ്പൻ പാരിസ് എവിടെ? അങ്ങനെ കടയുണ്ടോ? ചന്ദ്രപ്പൻ പാരിസിൽ ഞാൻ ഇവിടെ തപ്പി നടക്കുമായിരുന്നു. ഇവിടെ ചന്ദ്രപ്പൻ പാരിസും ഇല്ല. ഓൺഡർകോർ പാരിസ് അങ്ങനെ എന്തിനാണ് ഇവിടെ എവിടെയാണ്? വാട്ടർഫോൾ അതിന്റെ അടുത്താണെന്ന് എനിക്കറിയാം. വാട്ടർഫാൾ എടാ വീഴുവേത്, എടാ വീഴുവേത്. ഇതിനെ ഇങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. വേണ കഴിഞ്ഞാൽ അവസാനം അമ്മ കുളത്തിൽ പോലും ചാടാൻ സമ്മതിക്കൂല. ഈ സ്ക്രീൻ കാർഡിന്റെ പ്രത്യേകത അതാണ്. ഇതൊന്നും പ്രൊമോഷന്. നീ ചന്ദ്രപ്പൻ പാരിസ് നോക്കണേ. ചന്ദ്രപ്പൻ പാരിസ് എവിടെ? എടാ ഇത് തന്നെടാ. ഇതാണ് സാധനം. ഇതെന്റെ വീടിനടുത്തുള്ള ഷോപ്പ്. ഇതെന്റെ വീടിനടുത്തുള്ള ഷോപ്പ്. ഇത് മൊബൈലുണ്ടോ? സവായ വോക്കില് മെയിൻ വലിയ ഷോപ്പ്. ഇതാണ് ഗൈസ് നമ്മൾ കഴിക്കാൻ വന്നാത്ത സ്ഥലം. ഓൺഡർകോട്ട് കഫേ ഡേ പാരീസ്. ഗൈസ് അടുപ്പൊക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ വീടിനടുത്തുള്ള ഷോപ്പാ സവായ വോക്കില്. വലിയത് സത്യം. പക്ഷെ നല്ല ആംബിയൻസ് പഴയ കൊള്ളാം കേട്ടോ. നല്ല വ്യൂവില് നമുക്ക് ചുട്ട ബീഫ് തന്നെ. ഐപോഡ് ഓർഗാനിക് പണ്ടേ ചെയ്യൂല പന്നി. എന്തായാലും നമ്മള് ഇത് കഴിക്കാനാണ് റൈസ് വന്നതാണ്ട്. ഈ സാധനം പെർ പേഴ്സൺ എന്നല്ല, നമ്മൾ 5 നമ്മൾ ഒരെണ്ണേ വാങ്ങിക്കണുള്ളൂ. ഇത് വാഗ്യൂന് വെറും തുച്ഛമായ കാശാണ് കേട്ടോ. ഇത് ഏറ്റവും വില കുറഞ്ഞ 195 ആണ്. നമുക്ക് കഴിക്കാം. എങ്ങനെയുണ്ട്? നെല്ലല്ലേ? നല്ല സാധനം. അതെ ശരിയാ കേട്ടോ. ഇങ്ങനെ നമുക്ക് വ്ളോഗ് ചെയ്യാം ഗൈസ്. വാട്സാപ്പ് പുതിയ വ്ളോഗ്. നമ്മളിവിടെ വ്ളോഗ് ചെയ്യുന്നത്, പക്ഷെ വരുന്ന അവിടെ. അതാണ് ഇതിന്റെ വ്യത്യാസം. എത്ര 1500 പരിപാടി. എന്തത് കൊല ബ്ലോഗാണ്. എല്ലായിടത്തും ബ്ലോഗ്. വെള്ളം കുടിക്കാത്ത
സമയമില്ല. വെള്ളം കുടിക്കാൻ സമയമില്ല. എടാ നിങ്ങൾ മറ്റേ ഫോൺ എന്താ കൊണ്ടുവരാത്തത്? മറ്റേ ബോസിൽ സ്പീക്കറുള്ള അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ. അത് ഞാൻ കൊടുത്ത്, ഞാൻ ഒറ്റ ദിവസം കൊണ്ടുവന്നു. കൊള്ളാല്ലേ? നമ്മൾ ഫുഡ് കട്ട് കഴിച്ചു, അപ്പോൾ നമുക്ക് കഴിക്കാം. ഡാഡി ഞാനിപ്പം നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്നത് 7 ഗ്രേഡ് ബീഫാണ് അല്ലേ? 9+. എന്തായാലും ഞാൻ പ്രൗഡാണ്. എൻ്റെ യൂട്യൂബിൽ 9+ ഗ്രേഡ് കഴിക്കാൻ പോവുകയാണ്. കാരണം എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പോലും ഒരു ഗ്രേഡ് കിട്ടാത്ത ഒരാളാണ്. അപ്പം ഞാൻ ബീഫ് കഴിച്ചിട്ട് ആ ഗ്രേഡ് നമുക്ക് സംതൃപ്തിയാണ്. Welcome to Tanya's vlog. Welcome to Tanya's vlog. I am the guest of the day with our very own Sinan. എന്തിനൊക്കെ പറഞ്ഞാലും ഐഫോണിലെ വ്ളോഗ് എടുക്കണതാണ് നല്ലത്. ഐഫോണിലെ വ്ളോഗ് എടുക്കണതാണ് നല്ലത്. Take from Dubai Mall. തന്നെ യെസ് 500 dirhams ആണ് ഇത് സ്റ്റേക്കിന്. ഇനി ബ്രെഡ് വേണോന്ന്. ആകെ 1000 dirhams വരുമാനം. അത് ഇന്ന് ഒരു മാസം കഴിക്കാൻ. Brown. Yeah, you can. Salad looks good. നല്ല ബ്രെഡ്. It looks very, very pleasing. ഇതിങ്ങനെ ചൂടാക്കൂ. Let's. You will mix. You can mix, please. Just hold on. Please mix. ഇത് ചൂടാക്കി തിന്നോ? അതാ Yeah, it's. എന്തോ കത്തിച്ചേട്ടാ ഗ്യാസ്. Mix ചെയ്യാൻ പോകണം. ഇതിങ്ങനെ മറിച്ചിടണം. ഇത് നമുക്ക് ചെയ്യാം. നല്ലടാ മറിച്ചിടണത്. എത്ര സ്പീഡ് ചെയ്യാൻ പറ്റില്ല. അത് ശരി. ഇതെന്താ ബട്ടറോ? So what is this sauce? അത് എത്ര വേണേലും കിട്ടും. പ്രൈസ് Cafe de Paris sauce. It's a mix of butter, herbs and spices, parsley, like that. And some of the ingredients is secret. ഓ സീക്രട്ട്. So how many ingredients are there in this? You cannot tell, sir. Like ഓ വൻ സീക്രട്ട് ആണ് കേട്ടാ. The secret sauce. അപ്പൊ ഇതിങ്ങനെ ചൂടാക്കി തിന്നണോ? ആയാ ചൂടിൽ എപ്പോഴും ഇങ്ങനെ കഴിക്കാൻ ഒരാൾ വന്നാൽ കുറെ സമയം എടുക്കുമല്ലോ. എല്ലാരും എന്നിട്ട് ഞാൻ കഴിക്കാം. എനിക്ക് ചൂടിങ്ങി പറഞ്ഞേ. ചൂടാ എനിക്ക് ഇഷ്ടം കഴിക്കാൻ. എടുത്തോ. ചൂട് എടുത്തോ. So Wagyu 7+ beef. Bismillah. 9+ beef. 9+. Oh my god. ശരിക്കും Man. What a beef. Wow. ഇടലൊന്ന് ഇതിലോ ഒന്നുകൂടെ കഴിക്കാൻ തോന്നുന്നു. നീ കഴിച്ചാ? ഒരെണ്ണം കഴിച്ചു പെട്ടെന്ന്. എപ്പം? ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഓ ഇങ്ങനെ മുക്കി തുടങ്ങിയല്ലേ? മെൽറ്റൻ മൗത്ത്. Beef. Man. This is because of Wagyu 9+, okay? Because it's Wagyu 9+ for sure. ഇത് ബാഗ് വേണം കേട്ടോ ഗൈസ്. ഒത്തിരി എക്സ്പെൻസീവ് ആണ്. നോർമൽ വാങ്ങണോ? നോർമൽ ബീഫ് വാങ്ങണോ? ഓ ചെക്ക് ചെയ്യാൻ ക്വാളിറ്റി. പോയി ഭയങ്കര രസമുണ്ട്. സോസ് നമുക്ക് കഴിക്കാം. എങ്ങനെയുണ്ട്? സൂപ്പർ. ഇത് സോസ് മുക്കി ഫ്രൈസ് കഴിച്ചു നോക്കിയേ. കൊള്ളാം. ഞാൻ കഴിച്ചു. ബീഫ് ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ പിടിച്ചു കൈകൊണ്ട് എടുത്തോ. സൂപ്പർ ആയിരുന്നു കേട്ടോ. എക്സ്പീരിയൻസ്. ലുക്ക് നല്ല ആൾക്കാര് ബൂർസ്വ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ വരും. എന്ത് ബുഷ? ഈ ബൂർസ്വ ഇതൊക്കെ വലിയ സംഭവം. എക്സ്പീരിയൻസ് അല്ലേ? യുവർ എക്സ്പീരിയൻസ്. അലിഞ്ഞോ ഇല്ലടാ? മനസ്സ് വലിഞ്ഞു. ഓ ഇത് ഞാൻ പറഞ്ഞു ഇത്തിരി എക്സ്പെൻസീവ് ആണ്. 595 ദർഹമാണ് ഈ ഒരു നിങ്ങൾ കണ്ട ഒരു 5-6 പീസിന്. അതാണ് ഞാൻ പറഞ്ഞത്. അത് നമുക്ക് എപ്പോഴും അത് കഴിക്കാൻ പറ്റൂല. ഇതുപോലെ വല്ല ഡേറ്റിങ്ങിനോ അല്ലെങ്കിൽ
നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറെൻറ്റ് ബീഫ് ട്രൈ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രം വരേണ്ട ഒരു സ്ഥലമാണ്. അടുത്ത നമ്മളൊരു എക്കണോമിക്കലായിട്ടുള്ളൊരു സ്ഥലത്തോട്ട് പോകണം അല്ലേ? അടുത്ത എക്കണോമിക്സ് പഠിക്കാൻ പോകുന്നത്. അതെ, എക്കണോമിക്സ് പഠിക്കണം. അടുത്ത നമ്മളൊരു എക്കണോമിക്കലായിട്ടുള്ള സ്ഥലത്ത് പോവുകയാണ്. അതിൻ്റെ പേരാണ് സ്വിസ് ബട്ടർ. അവിടെയും നല്ല കിടിലം സ്റ്റേക്ക് കിട്ടുന്നത്. അവിടെ കൊണ്ട് വിശപ്പ് വന്നു കഴിഞ്ഞാൽ നൊമാഡിയൻ അല്ലാതാവും. ആരും എല്ലാരും അങ്ങനെ റിലേറ്റബിൾ അല്ലേ? വിശപ്പ് വന്നു കഴിഞ്ഞാൽ പ്രാന്താണ് നമുക്ക്. ഗൈസ് നമ്മൾ എത്തിയിരിക്കുന്നു. ഗൈസ് സ്വിസ് ബട്ടറിൽ എത്തി. ഗൈസ് ഇതാണ് ഇവിടെയാണോ ഗൈസ്? ഇതാണല്ലേ? യെസ്, ഇതാണ് സോഫി ചേച്ചിയുടെ വീടാ. കൊള്ള. നമ്മൾ ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് സോഫി എവിടെയാണ്? സോഫിറ്റൽ ദുബായ് ഡൗൺ ടൗൺ. നമ്മളിവിടെ വരുന്നു, നേരെ കയറുന്നു. നല്ല മനോഹരമായ നല്ല രസമുണ്ട് കേട്ടോ. നോക്കിയാണ്. ഹായ്, കൊള്ള. സ്വിസ് ബട്ടറാ? അതേപോലെ ലെബനനിലും ഉണ്ട്. സ്വിസ് ബട്ടർ ഇനിയുണ്ട്. ഇത് ലെബനാണോ? അപ്പൊ നല്ല ചിക്സ് ഒക്കെ വരും വിളമ്പാൻ. അങ്ങനത്തെ ഒന്നുമില്ല. ആക്ച്വലി യെസ് ഉണ്ടാവും. ലാസ്റ്റ് ടൈം വെള്ളം കുടിക്കാൻ വേണ്ടി ആ വെള്ളം പറ്റൂലെന്നാ? കുടിച്ചുകൂടെന്നാ? ആ ബെസ്റ്റ്. ഇടാ നാണം ഉണ്ടടാ. ഞാൻ വാങ്ങിച്ചിരുന്നു എനിക്ക് വെള്ളം. അതിൽ ഏറ്റവും മുന്തിയ വെള്ളം ഏതാടാ? അവരെ ഫ്രണ്ടിൽ പോയിരുന്നു എനിക്ക് കുടി നാറ്റിച്ചെന്തരല്ല. ഇതാണ് ഗൈസ് കട സ്വിസ് ബട്ടർ. ഇവിടെയാണ് നമ്മൾ സ്റ്റേ കഴിക്കുക. എന്തായാലും നമ്മൾ കയറിയപ്പോൾ തന്നെ നാണം കിട്ട്. വെള്ളം അവിടെ വെച്ചിരുന്ന വെള്ളം ഏപ്പം കയറി കുടിക്കാൻ പോയി. ഒരു കാര്യമുണ്ടാണ്. നമ്മൾ പെട്ടെന്ന് ഓർഡർ ചെയ്ത് ഫുഡ് അടിച്ചിട്ട് അങ്ങ് പോകല്ലേ. അങ്ങനെ നമ്മൾ സ്വിസ് ബട്ടറിലെത്തി. ഇവൻ തോന്നുന്നു പേഴ്സിൻ്റെ ഫോട്ടോ എടുക്കണ. എന്താ വയ്യേ? അവിടെ വെച്ചിരുന്ന വെള്ളം എടുത്ത് കുടിക്കാൻ പോയി. ആ ചേച്ചി നിങ്ങൾക്കുള്ള വെള്ളമല്ല എന്നൊക്കെ വെച്ച് നാണം കെട്ടും ചമ്മി. എന്താണെങ്കിലും എനിക്ക് ഓർമ്മ വരുന്ന അവർ പറഞ്ഞ സെയിം ഡയലോഗാണ് ഇവരും ഫസ്റ്റ് പറഞ്ഞത്. ഇവരുടെ ആ സോസ് ഉണ്ടല്ലോ ഇവിടുന്ന്, അത് കുറച്ച് ഗ്രീനാണ്. 33 ഹെർബ്സ് വെച്ചിട്ടുണ്ട്. സീക്രട്ടാണ്. അതെന്താന്ന് പറയാം, എല്ലാവരും സീക്രട്ടാണ് ഗൈസ്. അപ്പോൾ എന്താണെങ്കിലും ഫുഡ് വരട്ടെ. മീൻ വൈൽ ഇതൊക്കെ ഇൻസ്റ്റാ 360 എടുക്കുന്നത്. ഇതൊക്കെ എന്തെത്തി സാധനം എത്തിയാ അറിയാ? നമ്മളെ സാധനം എത്തി. എവിടെ പോയി? സാധനം വന്നോണ്ടിരിക്കുന്നു ഗൈസ്. അത് കൊണ്ടുവന്നൂടെ? അവിടെ വരെ പോയ സ്ഥിതിക്ക് അതൊന്ന് കൊണ്ടുവരായിരുന്നു. കണ്ട, അതാണ് നൊമാഡിയൻ. ഡൗൺ ടു എർത്താണ്. ഇതിനൊരു 10 കമന്റിൽ വരും, അത് ഉറപ്പാ. അയ്യോ, ബീഫ് ഇത്ര ഉള്ള? എല്ലായിടത്തും പറ്റീര. 500 കൊടുക്കും. എല്ലായിടത്തും പറ്റീര. അല്ല ചേട്ടൻ പറഞ്ഞാ സാൽമൺ ആൻഡ് ചിക്കൻ. വെരി നൈസ്. കാര്യങ്ങൾ അറിയാം കേട്ടോ. ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്. ബീഫ്, ചിക്കൻ, ഫിഷ്, ഇതെല്ലാം ഇനി മടാതെ അടിക്കണം. മടാന്ന് അടിക്കണം. ഒരു ഫോർക്ക് തരും. ആദ്യം ബീഫ് വരട്ടെ. ഞാൻ എടുത്തു അനുഭവിച്ചു. കൊതിയ മുക്രാണി കൊള്ളാം. നല്ല പെസ്റ്റോ സോസ്. Yes, this pesto sauce people coming. Again secret sauce. കഴിക്കണോ? ഞാൻ ബീഫായില്ല. കൊള്ളാം. ഇത് ഏത് ഗ്രേഡാ സുബിനോളജി? ഇത് നോർമൽ ബീഫ്. ഇത് 2ാം ഗ്രേഡ്. അങ്ങനെ തമാശ ഇച്ചിരി കൂടി അത് കുറയ്ക്കും. നല്ല സ്റ്റേക്ക്, ബീഫ്. ആദ്യം ഇത് കഴിക്കണമായിരുന്നു, എന്നിട്ട് അത് കഴിക്കണമായിരുന്നു. നല്ല സാൽമൺ ഗൈസ്. Thank you. You need something else? അതേപോലെ തന്നെ
ഒരു കഷ്ണം. Oh man, this is look. അടിപൊളി. Look here. This is a potato. ഒന്നുമില്ല, വേവിച്ച പൊട്ടാറ്റോ. Very protein. ഫിഷ് അടിപൊളി. അടിപൊളിയാ. ഞാൻ പറഞ്ഞ സാമൺ അടിക്കാം. കുറച്ച് പച്ചല എങ്ങനെ ലേശം എൻ്റെ മുകളിൽ നോക്കുക. നമ്മൾ തിന്നണേ സീനോളജി മൊത്തം തീർത്തേ. ആദ്യം മുക്കണമായിരുന്നു, പക്ഷേ മീൻ ആടിപ്പോയി. സാൽമൺ പിന്നെ എങ്ങനെ ഉണ്ടാവും? സൂപ്പറാണ്. സാൽമൺ പച്ചക്ക് കൊണ്ടുപോകണ്ടേ? നീ ചിക്ക അയ്യോ റാണി ഇതിനകത്ത് അല്ല വളരെ ക്ലോത്താണ്. എനിക്ക് വെച്ചാൽ ഫിഷും ബീഫും അടിപൊളി. ഫിഷും അടിപൊളി. സാൽമൺ ഇയാള് കഴിച്ചത് എന്റെ പാത്രം വെച്ചാൽ ശരിയാകുന്നില്ല. ഞാൻ കഴിച്ച പാത്രം തന്നെ. ചോറ് തിന്നണ ഗൈസ് ഞാൻ ഇപ്പം വന്നതേ ഉള്ളൂ. ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഫുഡ് തീർന്നു. കിട്ടില്ല. നല്ല ബീഫും ആൻഡ് നല്ല 75. എനിക്ക് സാൽമൺ എത്ര 75. 75 87 ആയിരുന്നു. ഇത് എന്ത് എടുത്താലും 87 ആണ്. മറ്റേത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. ഇവിടെ അതില്ല. അങ്ങനെയല്ല, 87 എക്സ്പെൻസീവ് ആണല്ലോ. അതൊക്കെ ചോറിനാണ്. ഇവന്റെ വല്ല ടിൻഡ് ബോൾ വല്ലതും പേരിടണം. നിങ്ങൾ ടിൻഡ് മോൾ മുടി ഉണ്ടോ? ടിൻഡ് മോൾ. ഞാൻ ടിൻഡ് മോൾ. നീ ടിൻഡുമായി. നിങ്ങൾ ടിൻഡ് മോളെ ഗൈസ് ഇൻതുട്ടിന് നൊമാഡിനെ ടിൻഡുമോൻ എന്ന് വിളിച്ചു. ആൾക്കാരെല്ലാം അങ്ങനെ വിളിക്കും. ഫ്ലവറൊക്കെ എടാ എങ്ങനെയുണ്ടടാ? കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലേ? റാണി അന്ന് നമ്മൾ കഴിച്ച സാധനം അവൻ കഴിക്കേണ്ടതാണ് കേട്ടോ. മറ്റേ ഗ്ലോബൽ വില്ലേജ് അവന് മറ്റേ ടാങ്കി ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ഒരു മസിൽ കഴിക്കണം. മറ്റേ ഗ്ലോബൽ വില്ലേജ് പോയല്ലോ നേരെ. എന്തിട്ട് പറഞ്ഞേ ഗൈസ്? ഇതാണ് ഐൻ ദുബായ്. ഇത് വർക്ക് ചെയ്ത് തുടങ്ങി കേട്ടോ. ബൈ ദ വേ ഏത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഈ അൽബേറൂത്തിയുടെ ഓണറും വൺ ഓഫ് ദ പാർട്ട്ണർ ഓണർ ഉണ്ട്. അവന് ഞാൻ ഒരുമിച്ചാണ് ഡിപ്ലോമ ചെയ്തത്. ഛേ, നിങ്ങൾക്കും തുടങ്ങണ്ടേ ഇതുപോലെ അൽബേരുത്തി? ഗൈസ് ലിറ്റിൽ തിങ്സ് നമ്മുടെ എൻ്റെ ഫേവറേറ്റ് കട. അങ്ങനെ നമ്മൾ അൽ ബെയ്റൂത്തിൽ എവിടെ പോകുന്നു? എന്തിനു പോകുന്നു? ഖാലിദ് അൽ അമീറിയെ കാണാൻ. സാധനം അനങ്ങി തുടങ്ങി ഗൈസ്. ഇത് അനങ്ങൂലായിരുന്നു. ഗ്രൂട്ടും നമ്മുടെ മറ്റേ സാധനവും കൂടെ റോക്കറ്റിൽ ക്യാരക്ടറിലായ നമുക്ക് മാട്രിക്സിൽ പോകാം. നിനക്ക് ഞാൻ ഒരു ഷൂസ് വാങ്ങിച്ചു തരാടാ. വാങ്ങിച്ചു തരൂല, അതൊക്കെ മൂഞ്ചും. സോ യാ ഗൈസ്, നമ്മൾ നേരെ പോകുന്നത് മാട്രിക്സിലോട്ടാണ്. ഒരു നീ പൈസ തന്നിട്ട് ഞാൻ നിനക്ക് മേടിച്ചു തന്നിട്ടുള്ള അർത്ഥം എന്താ? ഇപ്പൊ എന്റെ കയ്യിൽ പൈസ ഇല്ല. അതില്ല. മാട്രിക്സ് ഭയങ്കര വിലയാടാ. കുഴപ്പമില്ല, എനിക്ക് വിലയൊന്നും ഇഷ്ടമുള്ള 10, 2000, 5000, 6000, 8000 ഒക്കെ. എന്നെ ഊഞ്ചിയെ കാണല്ലേ? മാസം 5 പ്രൊമോഷൻ ചെയ്തവനെ 4000, 3000 വെച്ച്. എനിക്ക് എന്ത് ഊഞ്ചിൽ ഇതൊക്കെ. പക്ഷെ അക്കൗണ്ടിൽ പൈസ ഒന്നും എന്റെ അക്കൗണ്ടിലില്ല. ഓ ശരി, ലെറ്റ്സ് ഗോ ടു മാട്രിക്സ്. ഗൈസ് വളരെ നൈസ് കളക്ഷൻ. എനിക്ക് ആ മഞ്ഞ ഇഷ്ടപ്പെട്ടു, പച്ച ഇഷ്ടപ്പെട്ടു, ഇവിടെ ഓറഞ്ച് ഇഷ്ടപ്പെട്ടു, ഈ മഞ്ഞ ഇഷ്ടപ്പെട്ടു. എല്ലാം കൊള്ളാം, കിടിലം. ഓ എടാ, ഈ ഷൂസിൻ്റെ വില എന്താ? വെറും 35,000 തരാം. ചീപ്പ്, വെരി ചീപ്പ് കേട്ടോ. ഇതെല്ലാം എക്സ്പെക്ട് ലിമിറ്റഡ് എഡിഷൻ കേട്ടോ. 68,000 അങ്ങനെ കൊള്ളാം. ഗൈസ് ഇങ്ങനെ വേണം ലാഭിക്കേണ്ടത്. ഇവനെ പോലെ ഒന്നും ആവില്ല കേട്ടോ. ഈ കാണണയാണ് കേട്ടോ എയിൻ ദുബായ്. എൻ്റെ പൊന്നു മോനെ, എന്തൊരു ഹൈറ്റ് എന്നറിയോ? മുട്ടിഞ്ഞ ഹൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ട മനുഷ്യരൊക്കെ ഇരിക്കണം കേട്ടോ. കണ്ടില്ലേ ഗൈസ്, ഇതാണ് നമ്മുടെ ദുബായ് ബ്ലൂ വാട്ടേഴ്സ്. ഈ കാണുന്നതാണ് അമ്പരചുംബിയായ എന്തിനായിരുന്നു അതിൻ്റെ പേര്? ഐൻ ദുബായ്. സോ എന്താണെങ്കിലും ഒരു വൈകുന്നേരം സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതുപോലത്തെ മനോഹരമായ ഒരു വ്യൂവിൽ നിങ്ങൾക്ക് ദുബായ് കാണാവുന്നതാണ്. യെസ്, വെരി നൈസ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് Insta360 Go Ultra'യുടെ ലോ ലൈറ്റ് പെർഫോമൻസ്. ലോ ലൈറ്റ് ആയില്ല, വൈകുന്നേരമായി.
എന്താണെങ്കിലും അത്യാവശ്യം വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് ഏകദേശം ഈ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നതായിരിക്കും. അറ്റ് 4K 25 FPS ആണ് ഇത് പോകുന്നത്. സോ യാ, ഇതാണ് അതിൻ്റെ ക്ലാരിറ്റി. എങ്ങനെയുണ്ട്? സൂപ്പറല്ല? ഇതേപോലെ അത്യാവശ്യം കുറച്ച് ഇങ്ങനത്തെ സൈൻ ലൈറ്റ്സും അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു വൈബ് കിട്ടും. അത്യാവശ്യം ഇപ്പോൾ ഒരു വൈകുന്നേര സമയമാണ്, കുറച്ചും കൂടെ നൈറ്റും കൂടെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന്. എന്താണെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്ലാരിറ്റിയൊക്കെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ബ്ലോഗൊക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനത്തെ ഒരു ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് നൈറ്റിന് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദിസ് എ ഗുഡ് ഓപ്ഷൻ. അല്ലാത്ത പക്ഷം ഇറ്റ്സ് ഓൾവേസ് ഗോ വിത്ത് ഐഫോൺ. മനസ്സിലായി? ഇതുപോലെ ഒരു എനിക്ക് അറിഞ്ഞൂടെ എൻ്റെ ഒരു ഔട്ട് എന്തിനാണ്, അത് ഞാൻ മറ്റേ സിസ്റ്റത്തിൽ കയറി നോക്കിയാലേ മനസ്സിലാവുള്ളൂ. കുറച്ചും കൂടി ഇരുട്ടട്ടെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ അത്യാവശ്യം ഇപ്പം കുറച്ച് ലോ ലൈറ്റിലാണ്. നമ്മൾ പ്യുവർ സൈറ്റ് എന്ന് പറയണ ഒരു ഫീച്ചറുണ്ട്, നൈറ്റ് മോഡ് പോലെയാണ്. അതിലാണ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത്. അത്യാവശ്യം നമുക്ക് ലൈറ്റൊക്കെ കിട്ടുന്നുണ്ട്. നല്ല ലോ ലൈറ്റാണ് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നമ്മളെ ഈ സൈനേജിൽ നിന്ന് വരുന്ന ലൈറ്റ്സിൽ മാത്രമാണ് ഇത് പോണത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഇത് ഈ ഒരു ക്യാമറ വെച്ചിട്ട് ബ്ലോഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും. സോ യാ, കൊള്ളാം, അത്യാവശ്യം നൈസാണ്. കാലത്തിനെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? ആണല്ലേ? ഒരു ബാലും ഈയാടാ കാലത്തിനെ കാണാൻ ചാടാണല്ലേ ഗൈസ്? കാലിതുണ്ട് ഗൈസ്, കാലിത്തിൽ അമീറി. നമ്മൾ ജസ്റ്റ് ഇവിടെ ആണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി വന്ന് അങ്ങനെയല്ല, പുള്ളി ഇവിടെ ഉണ്ടെന്ന് നമ്മളൊന്നും കണ്ട്, അത്രേ ഉള്ളൂ, വേറെ ഒന്നും പരിപാടി. ബൈ പറഞ്ഞു. ബൈ ബൈ. ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു കേട്ടോ. നമ്മൾ ആരാമത്തിൽ വന്ന് ഒരു വൻ ഫുഡ് അടി കഴിച്ചിട്ട് നമ്മൾ പോവുകയാണ്. അവൻ മൊബൈലാ കൊമേഴ്ഷ്യൽ. ബൈ 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 ബൈ. See you again. Bye bye. India. Bye bye. അപ്പോൾ ബൈ.